ഞങ്ങൾ അതിൻ്റെതായ പ്രവർത്തനങ്ങൾ ഡിസ്ട്രിക്ട് പാസ്റ്ററാണ്. ഞാൻ സൗദിമാരുടെ ലീഡർഷിപ്പിലായിരുന്നു. ഇപ്പോള് 1 വർഷം ഉണ്ടായിരുന്നു. ഇപ്പോഴത് മാറി 6 വർഷത്തിൽ കൂടുതൽ ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു ബ്രേക്ക് എടുത്തു. കാരണം ഈ പാസ്റ്റർ ആന്റിമാര് പ്രത്യേകിച്ച് കടന്നു വരുന്ന ഒരു ധൈര്യക്കുറവുണ്ട്. കാരണം ഞാൻ ചെന്ന് പരാജയപ്പെട്ടു പോയാൽ ആളുകൾ എന്ത് വിചാരിക്കും? ജയത്തെക്കാൾ കൂടുതൽ എനിക്ക് പരാജയമാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് പരാജയം എനിക്ക് വിഷയമല്ല. എങ്കിലും ജയിക്കണമെന്ന് പറഞ്ഞു തന്നെയാണ് മത്സരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതാണ്. കോളേജിൽ പഠിക്കുമ്പോൾ MA ചെയ്യുമ്പോൾ ട്രിവാൻഡ്രത്ത് പഠിക്കുമ്പോൾ അമ്മ വിശ്വാസിയായിരുന്നു. പക്ഷെ വിശ്വാസം വീട്ടിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ബസ്സിൽ കയറുമ്പോൾ കോളേജിലോട് അധ്യാപകരോട് ഒക്കെ ഇങ്ങനെ സുശേഷം പറഞ്ഞ് എല്ലാവരും മുമ്പിൽ ഒരു എന്താ പറയുന്ന ഒരു നോർമൽ വ്യക്തിയല്ല എന്ന് എല്ലാവരും എന്നെ കുറിച്ച് പറയും. അമിതമായ മതഭ്രാന്ത്, മതം പരത്തുന്നത് എന്നൊക്കെ പറയും. പിന്നെ നായർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസം വന്ന അച്ഛൻ 5 ബൈബിൾ ചുടുമ്പോഴും എന്റെ അമ്മയ്ക്ക് ഈ വചനത്തിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ്. എല്ലാ വർഷവും എന്റെ മമ്മി ബൈബിൾ വായിച്ചു തീർക്കുന്ന ആളാണ്. ഇന്ന് വരെ തിരിഞ്ഞു നോക്കുമ്പോൾ കഷ്ടങ്ങളും പ്രയാസങ്ങളും ധാരാളം ഉണ്ട്. എല്ലാ സമുദായത്തിൽ നിന്ന്, റിലേറ്റീവ് നിന്ന്, ദേശത്തു നിന്ന് എല്ലാം ഉണ്ടെങ്കിലും തിരിഞ്ഞു നോക്കിയാൽ ക്രിസ്തീയ ജീവിതം സന്തോഷമാണ്. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മന്റ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473372726 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. ബൈബിൾ ബ്രെയിൻസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മുടെ പാറ്റേൺ പുതുക്കിയ ശേഷമുള്ള മത്സരാർത്ഥികളുടെ മത്സരം കൃത്യമായി വായിച്ചവർക്ക് മാത്രം ഉത്തരം പറയാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. നിർദ്ദിഷ്ട പുസ്തകങ്ങൾ നല്ലവണ്ണം വായിക്കുക. അതിലൂടെ ക്രിസ്തുവിനെ അടുത്തറിയാൻ നമുക്ക് കഴിയട്ടെ. ബൈബിൾ സത്യങ്ങൾ അടുത്തറിയാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നമുക്ക് ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ആയിരിക്കുന്ന മത്സരാർത്ഥിയെ പരിചയപ്പെടാം. നമസ്കാരം. ബൈബിൾ ബ്രെയിൻസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വന്തമായിട്ട് പരിചയപ്പെടുത്താമോ പേരും സ്ഥലങ്ങളും ഒക്കെ? എന്റെ പേര് ജോളി ജയകുമാർ. താമസിക്കുന്നത് വെഞ്ഞാറമൂടാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ എന്റെ ഹസ്ബൻഡ് പാസ്റ്ററാണ്. ഇപ്പൊ ഞാനും പാസ്റ്റർ മാത്രം. 2 കുഞ്ഞുങ്ങൾ പുറത്താണ് പഠിക്കുന്നത്. 2 കുഞ്ഞുങ്ങൾ എന്താണ് പഠിക്കുന്നത്? മൂത്താള് എഞ്ചിനീയറിങ്, ഇളയാള് MSWന്റെ ഒരു തത്തുല്യമായ ഒരു കോഴ്സ്. MSW തത്തുല്യം. വിദേശത്താണോ? രണ്ടുപേരും വിദേശത്താണ് പഠിക്കുന്നത്. അപ്പം നിങ്ങൾ 2 പേരും ഏത് സഭയുടെ ശുശ്രൂഷയിലാണ് ഇപ്പോൾ? അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ. തിരുവനന്തപുരംകാരി തന്നെയാണോ അതോ? ഞാന് ട്രിവാൻഡ്രത്തുള്ളതാണ്. ഹസ്ബൻഡ് അഞ്ചൽ കുളത്തൂപ്പുഴയാണ്. ഓക്കെ. ഇവിടെ എത്ര വർഷമായി ശുശ്രൂഷയിൽ? ട്രിവാൻഡ്രത്ത് വന്നിട്ട് 25 years ആയി. അപ്പൊ ഈ മേഖലയിൽ തന്നെയാണ് മേഖലയിൽ വന്ന് വർക്ക് ചെയ്തു. സഭ സ്ഥാപിച്ചു. സ്വന്തമായി എല്ലാം അടിസ്ഥാനങ്ങളൊക്കെ ദൈവസഭയ്ക്കുണ്ടായി. ആത്മാക്കളൊക്കെ ആയി. പിന്നെ ഞങ്ങൾ അതിൻ്റെതായ പ്രവർത്തനങ്ങൾ ഡിസ്ട്രിക്ട് പാസ്റ്ററാണ്. ഞാൻ സൗദിമാരുടെ ലീഡർഷിപ്പിലായിരുന്നു. ഇപ്പോള്
ഏറി വർഷം ഉണ്ടായിരുന്നു. ഇപ്പോഴത് മാറി 6 വർഷത്തിൽ കൂടുതൽ ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു ബ്രേക്ക് എടുത്തു. അപ്പൊ ഇതിനു മുമ്പ് ഒരുപാട് മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും മത്സരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഇല്ല, സംഘടിപ്പിച്ചിട്ടില്ല. ഏതായാലും ക്വസ്റ്റ്യൻ ഈസ് ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. ഇപ്പൊ മത്സരത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് ക്വസ്റ്റ്യന് കഠിനതയൊന്നും കൂടാൻ പോകുന്നില്ല. നമ്മള് അപ്പൊ മത്സരങ്ങൾ പങ്കെടുത്ത് നല്ല പരിചയമുണ്ട്. അത്യാവശ്യം സമ്മാനം ഒക്കെ കിട്ടിയിട്ടുണ്ടോ? സമ്മാനം കുറച്ചാണ് കിട്ടിയിട്ടുള്ളത്. പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെയും സത്യമായിട്ടും പങ്കെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം, പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വരുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം. അപ്പൊ അതിൽ പങ്കെടുക്കാൻ ഒരു അവസരം, ഇപ്പൊ അവതരിപ്പിക്കാൻ എനിക്കൊരു അവസരം, പങ്കെടുക്കാൻ വരുന്ന മത്സരാർത്ഥികൾക്കൊരു അവസരം, ഇതൊരു വലിയ കാര്യമാണ്. നമ്മുടെ ചെറിയൊരു കാര്യമല്ല ചെയ്യുന്നത്. ബൈബിൾ വായിക്കാൻ അനേകരെ പ്രോത്സാഹിപ്പിക്കുന്ന, കൃത്യമായി ഗൗരവമായി പഠിക്കാൻ അനേകരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് നമ്മുടെ പ്രോഗ്രാം. ഏതായാലും ഒരു ധൈര്യത്തോടെ കടന്നു വന്നതിന് പ്രത്യേക അഭിനന്ദനം. കാരണം ഈ പാസ്റ്റർ ആന്റിമാർ പ്രത്യേകിച്ച് കടന്നു വരാൻ ഒരു ധൈര്യക്കുറവുണ്ട്. കാരണം ഞാൻ ചെന്ന് പരാജയപ്പെട്ടു പോയാൽ ആളുകൾ എന്ത് വിചാരിക്കും? ജയത്തെക്കാൾ കൂടുതൽ എനിക്ക് പരാജയമാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് പരാജയം എനിക്ക് വിഷയമല്ല. എങ്കിലും ജയിക്കണമെന്ന് പറഞ്ഞു തന്നെയാണ് മത്സരിക്കുന്നത്. പരാജയം വിജയത്തിന്റെ മുന്നോടിയാണെന്ന് എല്ലാ പ്രാവശ്യം പറയുന്നുണ്ടെങ്കിൽ ആ മുന്നോടി ആകുന്നില്ലല്ലേ? അങ്ങനുണ്ടോ? അധികം വലിയ മത്സരങ്ങളിലൊന്നും അങ്ങനെ 1-ാം സ്ഥാനമൊന്നും എത്തിയിട്ടില്ല. ഇതും വലിയൊരു മത്സരമല്ല. നമ്മൾ പുസ്തകങ്ങൾ ഇനി ക്രമാനുഗതമായിട്ട് ഈ പുസ്തകത്തിന് ശേഷം അടുത്ത ടൈമിൽ അടുത്ത പുസ്തകം നമ്മൾ ചേഞ്ച് ചെയ്യും. അപ്പൊ എല്ലാ ഭാഗവും പഠിക്കാൻ ആളുകളെ ഹെൽപ്പ് ചെയ്യുക എന്നത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. ബൈബിൾ കുറച്ചുകൂടെ അവയർനെസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം മത്സരത്തിലേക്ക് നമുക്ക് പോകാം. ഇതാണ് മത്സരത്തിന്റെ ചോദ്യങ്ങളുടെ മാതൃക. 15 ചോദ്യങ്ങളാണ് ടോട്ടലി നമുക്കുള്ളത്. ആദ്യത്തെ സെറ്റിൽ 6 ചോദ്യങ്ങൾ, 1000 രൂപയുടെ സേഫ് സോൺ. സ്ക്രീനിൽ ശ്രദ്ധിച്ചോളൂ. രണ്ടാമത്തെ സെറ്റിൽ 4 ചോദ്യങ്ങൾ, 3000 രൂപയുടെ സേഫ് സോൺ. അടുത്ത സെറ്റിൽ വീണ്ടും 4 ചോദ്യങ്ങൾ, അവിടെ ഓപ്ഷൻ ഇല്ല, 7000 രൂപയുടെ സേഫ് സോൺ. ഒടുവിൽ ബമ്പർ ചോദ്യം 10000 രൂപയിലെത്തുന്ന. ഇങ്ങനെ 15 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. ഇപ്പൊ രണ്ടാമത്തെ റൗണ്ടിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. പഴയ നിയമമോ പുതിയ നിയമമോ തിരഞ്ഞെടുക്കുക. അവിടെ പുതിയ നിയമം തിരഞ്ഞെടുത്താൽ അടുത്ത റൗണ്ടിൽ പഴയ നിയമത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഓപ്ഷൻ ഇല്ലാതെ വരും. അപ്പൊ അത് കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ നമുക്ക് മുൻപിലേക്ക് മത്സരത്തിലേക്ക് പോകാം. ക്ലിയർ ആണ്? ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ ആദ്യത്തെ റൗണ്ടിലെ 1-ാമത്തെ ചോദ്യം, ശൗൽ ഇസ്രായേലിൽ ഭരിച്ചത് എത്ര വർഷം? ഇസ്രായേലിൽ ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 12. ഓപ്ഷൻ സി 2 ഉത്തരം ഉറപ്പിക്കുന്നു, സംശയമില്ല. ഓക്കെ, ഓപ്ഷൻ സി 2 എന്ന ഉത്തരം ശരിയാണോ? ഉത്തരം ശരിയാണ്. 2 വർഷം ശൗൽ ഇസ്രായേലിൽ ഭരിച്ചു. അപ്പം നല്ലവണ്ണം വായിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു ചോദ്യം കടന്നു പോകുമ്പോൾ അത്യാവശ്യം കീനായിട്ട് ഒബ്സർവ് ചെയ്ത ഒരാൾക്ക് മാത്രം ഈ സംഖ്യകൾ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നല്ല വായന ഉണ്ട് എന്ന് തന്നെ കരുതുക. അപ്പൊ ഇനി ഒരു ചോദ്യം കടന്നുപോയി, ബാക്കി അങ്ങനെ തന്നെ പോരട്ടെ. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ചോദ്യം, യോസഫ് തന്റെ സഹോദരന്മാർക്ക് ഓഹരി കൊടുത്തയച്ചപ്പോൾ മറ്റു സഹോദരന്മാരുടെ ഓഹരിയേക്കാൾ എത്ര ഇരട്ടിയാണ് ബെന്യാമിന് കൊടുത്തത്? ഓപ്ഷൻ എ 2 ഇരട്ടി, ഓപ്ഷൻ ബി 3 ഇരട്ടി, ഓപ്ഷൻ സി 10 ഇരട്ടി, ഓപ്ഷൻ ഡി 5 ഇരട്ടി. ഓപ്ഷൻ ഡി 5 ഇരട്ടി. ഓക്കെ, ഓപ്ഷൻ ഡി 5 ഇരട്ടി ഉത്തരം ഉറപ്പിക്കുന്നു. ശരിയാണ് അല്ലേ? ഉറപ്പാണ്. അതിൽ ഉത്തരം പറയുമ്പോൾ ആളുകളെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, ഓപ്ഷൻ ഡി 5 ഇരട്ടി എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. അപ്പം മുമ്പിലേക്ക് അങ്ങനെ തന്നെ കൃത്യമായ ആശങ്കകളില്ലാതെ ഉത്തരം പറയാൻ കഴിയട്ടെ. ആദ്യത്തെ റൗണ്ടിലെ 3-ാമത്തെ ചോദ്യം, യേശു ശിഷ്യന്മാരെ അയച്ചപ്പോൾ എന്തു ഘോഷിക്കണം എന്നാണ് അവരോട് ആജ്ഞാപിച്ചത്? ഓപ്ഷൻ എ മാനസാന്തരം, ഓപ്ഷൻ ബി പരിശുദ്ധാത്മ സ്നാനം, ഓപ്ഷൻ സി സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, ഓപ്ഷൻ ഡി സുവിശേഷം. ഏതാണ്? ഓപ്ഷൻ സി സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഉറപ്പാണ്, സംശയങ്ങളൊന്നുമില്ല. ഓക്കെ, ഓപ്ഷൻ സി സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. മനസ്സാന്തരം എന്നൊരു സംശയമൊന്നും വന്നില്ലല്ലോ? വന്നില്ല. ഓക്കെ, ഓപ്ഷൻ സി സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, ആ ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്.
ഇനി ആദ്യത്തെ റൗണ്ടിൽ സേഫ് സോണിലെത്താൻ 3 ചോദ്യങ്ങളും കൂടെ അവശേഷിക്കുന്നുണ്ട്. ആ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ ആദ്യത്തെ സേഫ് സോണിൽ നമ്മൾ കടന്നുകൂടുകയാണ്. നോക്കാം ഈ റൗണ്ടിലെ 4ാമത്തെ ചോദ്യം. കൊരിന്തിലെ സഭയെ കൂടാതെ എവിടെയുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ് പൗലോസ് 2 കൊരിന്ത്യ ലേഖനം എഴുതിയത്? ഓപ്ഷൻ എ അഖായിൽ, ഓപ്ഷൻ ബി മക്കദോനിയയിൽ, ഓപ്ഷൻ സി ത്രോവാസിൽ, ഓപ്ഷൻ ഡി എഫെസോസിൽ. എവിടെയുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി കൂടെ? ഓപ്ഷൻ എ അഖായയിൽ. ഓക്കെ, ഓപ്ഷൻ എ അഖായിൽ. ഉത്തരം ഉറപ്പിക്കുകയാണ്. അഖായയുടെ ക്യാപിറ്റലാണ് കൊരിന്ത്. ആ ഉത്തരവും വളരെ കൃത്യമാണ്. ഓപ്ഷൻ എ അഖായ എന്ന ഉത്തരവും ശരിയാണ്. അടുത്തത് നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ഈ റൗണ്ട് പെട്ടെന്ന് കടന്നു പോകുമെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഇല്ല, ഈ റൗണ്ട് നിസ്സാരമാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത റൗണ്ട് ചിലപ്പോൾ കഠിനമാകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അടുത്ത റൗണ്ട് ഓപ്ഷൻലെസ് ആയതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ശുശ്രൂഷയിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോൾ നിസ്സാരമായിട്ട് കടന്നുകൂടാൻ കഴിഞ്ഞേക്കും. മുന്നോട്ട് പോകാം. 5ാമത്തെ ചോദ്യം. വയലിലെ കളയുടെ ഉപമയിൽ കൊയ്ത്ത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ന്യായവിധി, ഓപ്ഷൻ ബി ലോകാവസാനം, ഓപ്ഷൻ സി തീച്ചൂള, ഓപ്ഷൻ ഡി സ്വർഗരാജ്യം. കൊയ്ത്ത്. ഓപ്ഷൻ ബി ലോകാവസാനം. ഓക്കെ, ഓപ്ഷൻ ബി ലോകാവസാനം. ഉത്തരം നമുക്ക് ഉറപ്പിക്കാം. സംശയമൊന്നുമില്ലല്ലോ, ചേഞ്ച് ഒന്നും വേണ്ട. ഓക്കെ, ഓപ്ഷൻ ബി ലോകാവസാനം. ആ ഉത്തരവും ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. ഇനി നമ്മൾ പോകുന്നത് ഈ റൗണ്ടിലെ സേഫ് സോണിൽ എത്തിക്കുന്ന ഈ മത്സരത്തിന്റെ ആദ്യ സേഫ് സോൺ ഒടുവിലത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ അതാണ് ഈ റൗണ്ടിലെ ഒടുവിലത്തെ ചോദ്യം, 6ാമത്തെ ചോദ്യം. എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത ഡാഷ് പോലെയും കവിഞ്ഞൊഴുകട്ടെ. അതേതാണ്? ഓപ്ഷൻ എ നദി, ഓപ്ഷൻ ബി ഉറവ, ഓപ്ഷൻ സി നീരുറവ്, ഓപ്ഷൻ ഡി തോട്. ഏതാണ്? ഓപ്ഷൻ ഡി തോട്. ഓക്കെ, ഓപ്ഷൻ ഡി തോട്. ബാക്കിയെല്ലാം ഒഴുകും തന്നെയല്ലേ, എന്നാൽ ഇവിടെ തോടാണല്ലേ? ഉറപ്പാണ്, സംശയമൊന്നുമില്ല. ഓക്കെ, ഓപ്ഷൻ ഡി തോട് എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവ് ശരിയാണ്. അങ്ങനെ ആദ്യത്തെ സേഫ് സോൺ കടന്നിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ 25 വർഷമായി ശുശ്രൂഷയിൽ 28 വർഷമായി ശുശ്രൂഷയിൽ തുടരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഉണ്ടായിരിക്കുന്ന ഏറ്റവും എനിക്ക് അനുഗ്രഹിക്കപ്പെട്ടതെന്ന് തോന്നിയ അനുഭവം എന്താണ് ജീവിതത്തിൽ? ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതാണ്. കോളേജിൽ പഠിക്കുമ്പോൾ MA ചെയ്യുമ്പോൾ ട്രിവാൻഡ്രത്ത് പഠിക്കുമ്പോൾ അമ്മ വിശ്വാസിയായിരുന്നു. പക്ഷെ വിശ്വാസം വീട്ടിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അച്ഛൻ 5 ബൈബിളൊക്കെ ചുട്ട് ഞങ്ങളെ നേറ്റീവ് പ്ലേസിൽ നിന്ന് ഈ 5 ക്ഷേത്രങ്ങളുടെയൊക്കെ മധ്യത്തിൽ പിരപ്പൻകോട് എന്ന സ്ഥലത്ത് വന്ന് താമസിപ്പിക്കുമ്പം കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ജീസസിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അന്ന് മുതൽ ഈ സുവിശേഷവുമായി ഞാൻ ഇറങ്ങി. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന്റെ ഭാഗമായിട്ട് ഞാൻ എല്ലാവരോടും റോഡിൽ നിൽക്കുമ്പം അയൽവാസികളോട്, റിലേഷൻസോട്, ബസ്സിൽ കയറുമ്പോൾ കോളേജിലോട്, അധ്യാപകരോട് ഒക്കെ ഇങ്ങനെ സുവിശേഷം പറഞ്ഞ് എല്ലാവരും മുമ്പിൽ ഒരു എന്താ പറയുന്ന ഒരു നോർമൽ വ്യക്തിയല്ല എന്ന് എല്ലാവരും എന്നെ കുറിച്ച് പറയും. അമിതമായ മതഭ്രാന്ത്, മതം പരത്തുന്നത് എന്നൊക്കെ പറയും. പക്ഷെ എന്റെ അച്ഛൻ നായർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസം വന്ന അച്ഛൻ 5 ബൈബിൾ ചുടുമ്പോഴും എന്റെ അമ്മയ്ക്ക് ഈ വചനത്തിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ്. എല്ലാ വർഷവും എന്റെ മമ്മി ബൈബിൾ വായിച്ചു തീർക്കുന്ന ആളാണ്. അന്നേരം ഇത്രയും രക്ഷിക്കപ്പെട്ട കുറെ കാലം ഉണ്ടായിരുന്നു. മമ്മിക്ക് ബൈബിൾ വായിക്കാൻ പറ്റിയ കുറെ ഹിസ്റ്ററി അവരെ ഉണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോഴല്ലേ മമ്മി ബൈബിൾ കാണാതെ പഠിക്കും. ബൈബിൾ കത്തിച്ച് കളയുന്നതിന് മുന്നോടിയായിട്ട് രക്ഷിക്കപ്പെട്ടപ്പോ മമ്മി ബൈബിൾ കാണാതെ പഠിച്ചിട്ട് ഞങ്ങളെ ഈ ബൈബിൾ വചനം മുഴുവനും കാണാതെ പഠിപ്പിക്കും. എല്ലാ ദിവസവും വൈകിട്ട് ഈ ബൈബിളൊക്കെ കത്തിച്ചൊക്കെ ഓരോ സമയത്തിലാണ് കത്തിച്ചിട്ടുള്ളത്. ഈ ജീസസിനെ വിശ്വസിക്കണ്ട എന്ന് പറഞ്ഞ്. അപ്പോഴല്ലേ ഈ മമ്മി ഞങ്ങളെയും കാണാതെ പഠിപ്പിച്ച് മമ്മിയും കാണാതെ പഠിച്ച് ഞങ്ങളിങ്ങനെ പറയിപ്പിക്കും. അപ്പോഴിങ്ങനെ ഈ വചനത്തിന് എന്ത് ഇത്ര വലിയ അട്രാക്ഷൻ? അമ്മയെ 10-15 വർഷം കഠിന പീഡനം ചെയ്തു. അമ്മ ഏറ്റിട്ടുള്ള ഉപദ്രവങ്ങളെ കുറിച്ച് പറയാൻ സമയമില്ല. ഞാൻ ടെസ്റ്റ് മണിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തും മമ്മിയിൽ വ്യാപരിച്ചു നിന്ന ഒരു വലിയ ദൈവിക ശക്തി, അച്ഛനിൽ കാണാത്ത ഒരു ശക്തി. അച്ഛൻ ഹിന്ദുവായിട്ടാണ് വളർത്തുന്നത്, അമ്മ രഹസ്യമായിട്ട്. അപ്പൊ ഈ വചനമാണ് എല്ലാ മേഖലകളിലും
നിർത്തിയത്. ഏത് വിഷയത്തിനും ഒരു വചനം പറയും, അതിന് സൊല്യൂഷനും കണ്ടെത്തും. ആ ധീരതയോടെ നിന്ന ഒരു അമ്മയുടെ മകൾ എന്നുള്ള നിലയിൽ ഞാൻ വിവാഹമൊക്കെ വളരെ ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. അതുപോലെ വിശ്വാസത്തിൽ വന്ന ഒരാൾ തന്നെയാണ് എന്റെ ഹസ്ബൻഡ്. പേര് ജയകുമാരൻ നായർ എന്നാണ്. ബഥേൽ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഞങ്ങളുടെ ആലോചന വന്നു. അപ്പോഴേ എനിക്ക് ട്രിവാൻഡ്രം ജീസസ് കോൾസ് ഓഫീസിൽ എനിക്ക് ജോലി ഉണ്ടായിരുന്നു 3 വർഷം. അവിടെ വെച്ച് ഞാൻ ശുശ്രൂഷയുടെ സ്റ്റെപ്പുകൾ പഠിക്കുകയും ഈ പണ്ട് മമ്മി പഠിപ്പിച്ച വചനങ്ങൾ എനിക്കത് പ്രാക്ടിക്കലാക്കാൻ കഴിഞ്ഞു. അപ്പോഴേ അമ്മ പഠിപ്പിച്ച വചനത്തിനോടാണ് ഈ ബൈബിളിന് 1000 പൊൻപള്ളി നാണയത്തെക്കാൾ കർത്താവിന്റെ വചനത്തിന് വലിയ വാല്യൂ ഉണ്ടെന്ന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെയാണ് അന്നും എനിക്ക് എന്റെ സ്വന്തം സ്ഥലത്ത് സഭ സ്ഥാപിക്കണമെന്നും മാർത്തയുടെയും മറിയയുടെയും പണ്ട് പാസ്റ്റേഴ്സ് പ്രസംഗിക്കുമ്പോൾ മാർത്തയുടെയും മറിയയുടെയും ഗ്രാമം എന്ന് പറയും. അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് നിങ്ങളുടെ പേരിൽ ഒരു ഗ്രാമം അറിയപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉറക്കെ കൈ ഉയർത്തും. എന്റെ പേരില്, ജോളിയുടെ പേരില് ഒരു ചർച്ച് എന്ന് ഞാനൊക്കെ ചിന്തിക്കും. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെയാണ് ജീവിതം മാറി മറിയുമെന്നും. അങ്ങനെ ഒരു പാസ്റ്റർ വന്ന് വിവാഹം കഴിച്ചു. പിന്നെ എന്റെ ദേശത്ത് തന്നെ വന്നു. വീട്ടിൽ 5 വർഷം ആരാധന നടന്നു. ഇന്ന് വരെ തിരിഞ്ഞു നോക്കുമ്പോൾ കഷ്ടങ്ങളും പ്രയാസങ്ങളും ധാരാളം ഉണ്ട്. എല്ലാ സമുദായത്തിൽ നിന്ന്, റിലേറ്റീവ് നിന്ന്, ദേശത്തു നിന്ന് എല്ലാം ഉണ്ടെങ്കിലും തിരിഞ്ഞു നോക്കിയാൽ ക്രിസ്തീയ ജീവിതം സന്തോഷമാണ്. പാട്ടുകാരൻ പാടിയ പോലെ ക്രിസ്തീയ ജീവിതം എന്ന് പറയണ കർത്താവിന്റെ യാത്ര. പ്രത്യേകിച്ച് അതിന്റെ ഇടയ്ക്കാണ് ഞാൻ കുഞ്ഞുങ്ങളൊക്കെ 2 കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിച്ചപ്പോ അവരെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചാണ് ഞാനൊരു അധ്യാപികയായി. 25 വർഷം ഞാനും ഒരു അധ്യാപികയായിരുന്നു. സൺഡേ സ്കൂൾ അധ്യാപികയായിരുന്നു. കുഞ്ഞുങ്ങളും വളർന്നു, ഞാനും അവരോടൊപ്പം വളർന്നു. പിന്നെ അതോടൊപ്പം തന്നെ ബൈബിൾ ഈ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ വന്നതിന് ശേഷമാണ് അവിടുത്തെ പ്രസ്ഥാനത്തിന്റെ വിവിധ പുത്രികാ ഘടകങ്ങളുടെ പ്രവർത്തനമാണ്. ഒരു പാസ്റ്റർ ഭാര്യ ആയതിനു ശേഷമാണ് ആക്ച്വലി ഞാൻ വചനത്തിന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതിന്റെ അകത്തുണ്ട്. വിശ്വാസം മാത്രമല്ല, സുവിശേഷം പറയുന്നത് മാത്രമല്ല, വചനവും കൂടെ പഠിക്കുമ്പോൾ നമ്മൾക്ക് അനേകർക്ക് പഠിപ്പിക്കാൻ നമ്മൾ നന്നായിട്ട് തന്നെ വചനം പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം. ഓക്കെ, അപ്പോൾ നല്ല ഒരു അനുഭവമാണ്. അത് അറിയാനും കേൾക്കാനും കഴിഞ്ഞ സന്തോഷമുണ്ട്. നല്ലൊരു ലെഗസി ആണ് ഉള്ളത്, നല്ലൊരു പിന്തുടർച്ചയാണുള്ളത്, നല്ലൊരു വിശ്വാസത്തിൽ ധീരയായ ഒരു മാതാവിന്റെ പിന്തുടർച്ചയാണുള്ളത്. അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവ് സഹായിക്കട്ടെ. രണ്ടാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ 2 ഓപ്ഷനാണ് നമ്മുടെ മുൻപിലുള്ളത്. പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? പഴയ നിയമം. പഴയ നിയമത്തിൽ നിന്നുള്ള രണ്ടാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം: കൊയ്ത്തുകാലത്ത് ഇടിയും മഴയും ഉണ്ടാകാൻ യഹോവയോട് അപേക്ഷിച്ചത് ആര്? ഓപ്ഷൻ എ ശമൂവേൽ, ഓപ്ഷൻ ബി ദാവീദ്, ഓപ്ഷൻ സി ആമോസ്, ഓപ്ഷൻ ഡി ഇസ്രായേൽ ജനം. ആരാണ്? ഓപ്ഷൻ എ ശമൂവേൽ. ഓപ്ഷൻ എ ശമൂവേൽ. ഉത്തരം നമുക്ക് ഉറപ്പിക്കാം, സംശയമില്ല. എനിക്ക് തോന്നുന്നു മറ്റൊരു രാജാവിനെ വേണം എന്ന് അപേക്ഷിച്ച ഘട്ടത്തിൽ ശമൂവേലിന്റെ ദൈവത്തോടുള്ള അപേക്ഷയാണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ശമൂവേൽ എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. ഇനി മുമ്പിലേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ ഒരു ഉത്തരം വല്ലാതെ ആശങ്കയാണ്, അൺസേർട്ടൻ ആണ്, ഉറപ്പില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മത്സരം അവസാനിപ്പിക്കാനുള്ളൊരു സാധ്യത കൂടെ നമുക്ക് മുൻപിലുണ്ട്. മത്സരം ക്വിറ്റ് ചെയ്യാം. അല്ല, ഉറപ്പാണ് എന്നുണ്ടെങ്കിൽ മുൻപോട്ട് പോകാം. ഒരു ഷുവർ അല്ലാതൊരു ഉത്തരം പറഞ്ഞ് നമ്മുടെ ഇതുവരെ നേടി വന്ന ആ സമ്മാനത്തുകയിൽ ഒരു കുറവുണ്ടാകേണ്ട. സേഫ് സോണിൽ വന്നത് മാത്രമേ നമുക്ക് സമ്മാനത്തുകയായി നിലനിൽക്കൂ. മുമ്പിലേക്ക് പോകാം. ഓക്കെ, രണ്ടാമത്തെ റൗണ്ടിൽ രണ്ടാമത്തെ ചോദ്യം: ഗെരാർ ദേശത്തിലെ ഇടയന്മാർ ശണ്ടയിട്ടപ്പോൾ ഇസഹാക്ക് കിണറിന് നൽകിയ പേര് ഏത്? ഓപ്ഷൻ എ രഹബോത്ത്, ഓപ്ഷൻ ബി ശിബ, ഓപ്ഷൻ സി സിത്ന, ഓപ്ഷൻ ഡി ഗലേദ്. ഗെരാർ ദേശത്തിലെ ഇടയന്മാർ ശണ്ടയിട്ടപ്പോൾ ഇസഹാക്ക് കിണറിന് നൽകിയ പേര്? ഓപ്ഷൻ സി സിത്ന. ഓക്കെ, ഓപ്ഷൻ സി സിത്ന എന്ന ഉത്തരം ഉറപ്പിക്കാം, സംശയമില്ല. രഹബോത്ത് അല്ലല്ല. ഓക്കെ, ഓപ്ഷൻ സി സിത്ന. ആ ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. ഈ റൗണ്ടിലെ അടുത്ത ചോദ്യത്തിലേക്ക് അതിവേഗം നമ്മൾ മൂവ് ചെയ്യാണ്. രണ്ടാമത്തെ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം: യഹൂദയുടെ അതിക്രമങ്ങളിൽ ഉൾപ്പെടാത്തത് ഇവയിൽ ഏതാണ്? ഓപ്ഷൻ എ അവർ യഹോവയുടെ ന്യായപ്രമാണത്തെ നിരസിച്ചു, ഓപ്ഷൻ ബി യഹോവയുടെ ചട്ടങ്ങളെ പ്രമാണിക്കാതിരുന്നു, ഓപ്ഷൻ സി നീതിമാനെ പണത്തിന് വിറ്റുകളഞ്ഞു, ഓപ്ഷൻ ഡി വ്യാജമൂർത്തികൾ അവരെ തെറ്റി നടക്കുമാറാക്കി. ഇവയിൽ
ഏതാണ് യഹൂദയുടെ അതിക്രമങ്ങളിൽ ഉൾപ്പെടാത്തത്? ആലോചിക്കും. സമയമെടുത്ത് ചിന്തിക്കാവുന്നതാണ്. ഓപ്ഷൻ ഡി, വ്യാജമൂർത്തികൾ അവരെ തെറ്റി നടക്കുമാറാക്കി. വ്യാജമൂർത്തികൾ അവരെ തെറ്റി നടക്കുമാറാക്കി. തിരുത്തി ചിന്തിക്കുന്നുണ്ടോ? യഹൂദ നടത്തിയ അതിക്രമങ്ങൾ ആമോസിന്റെ പുസ്തകത്തിലെ ചോദ്യമാണ്. കുറച്ചുകൂടെ ഗൗരവമായിട്ട് ചിന്തിക്കാം. ഒന്നുകൂടെ വേണമെങ്കിൽ സമയമെടുത്ത് ആലോചിക്കാം. സംശയത്തോടുകൂടെയാണ് ഉത്തരം അറിയിക്കുന്നതെങ്കിൽ പിന്മാറാനുള്ള ഓപ്ഷനും നമ്മുടെ മുൻപിലുണ്ട്. ടഫ് ക്വസ്റ്റ്യൻ ആണ്, കൺഫ്യൂസിംഗ് ആണ്. യഹൂദയുടെ അതിക്രമങ്ങളിൽ ഓപ്ഷൻ സി, നീതിമാനെ പണത്തിന് വിറ്റുകളാൻ. അത് പറയാവുന്നതാണ്. അല്ല, ക്വിറ്റ് ചെയ്യുന്നില്ല, മുന്നോട്ട് പോവുകയാണ്. ചെയ്യുന്നില്ല, ഇല്ല. അപ്പൊ സി ആയിട്ട് മുന്നോട്ട് പോവാം, കുഴപ്പമില്ല. ഞാൻ ഉറപ്പിക്കുകയാണേ. ഓക്കെ, ഓപ്ഷൻ സി, നീതിമാനെ പണത്തിന് വിറ്റ് കളഞ്ഞു. അതൊന്നും കറക്കി എറിഞ്ഞു നോക്കിയതാണോ? അല്ല, അല്ല, അത് ഇസ്രായേലിന്റെ പാപങ്ങളായിരുന്നു. ഇസ്രായേലിന്റെ ഇത് യഹൂദയുടെ ബാക്കിയെല്ലാം ഇസ്രായേലിന്റെ പാപങ്ങളായിരുന്നു. ഇത് യഹൂദയുടെ പാപമല്ലേ ചോദിച്ചത്? യഹൂദയുടെ അതിക്രമങ്ങളിൽ ഉൾപ്പെടാത്തത് ഇസ്രായേലാണ് നീതിമാനെ പണത്തിന് വിറ്റ് കളഞ്ഞത് ആണോ? ഇസ്രായേലാണ് നീതിമാനെ പണത്തിന് വിറ്റ് കളഞ്ഞത്. അതെ, ആണ്. അപ്പൊ ഇത് യഹൂദയുടെ അതിക്രമങ്ങളിൽ ഉൾപ്പെടാത്തതെന്നല്ലേ ചോദ്യം? അതെ, യഹൂദയുടെ അതിക്രമങ്ങളിൽ ഉൾപ്പെടാത്തത്. ആദ്യം നമ്മൾ ഡി ആണ് ഒന്ന് കടന്നുപോയി. വ്യാജമൂർത്തികൾ അവരെ തെറ്റി നടക്കുമാറാക്കി ചിന്തിച്ചത്. പിന്നെയാണ് ആലോചിച്ച് ഇവിടെ വന്നത്. നീതിമാനെ പണത്തിന് വിറ്റ് കളഞ്ഞു. ഓക്കെ, ശരി, നമുക്ക് പരിശോധിക്കാം. 9ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി, നീതിമാനെ പണത്തിന് വിറ്റ് കളഞ്ഞു എന്നതാണോ? യെസ്, ആ ഉത്തരവും ശരിയാണ്. വളരെ ചിന്തിച്ച് ഉത്തരം പറയാം. ഇതാ നമുക്ക് മുൻപിൽ ഇനി 4ാമത്തെ ഈ റൗണ്ടിലെ ഒടുവിലത്തെ ചോദ്യം. പോകാം. ദാവീദും അബീഗയിലും തമ്മിലുള്ള സംഭാഷണത്തിൽ ഇവയിൽ ഒരു വസ്തുത പറഞ്ഞിട്ടില്ല. അത് ഏതാണ്? ഓപ്ഷൻ എ, യജമാനനെ, കുറ്റം എൻ്റെ മേലിരിക്കട്ടെ, അടിയന്റെ വാക്കുകൾ കേൾക്കണമേ. ബി, അവനോ നന്മയ്ക്ക് പകരം എനിക്ക് തിന്മ ചെയ്തു. സി, നിന്റെ വിവേകം സ്തുത്യം. ഡി, എന്നെ നിന്ദിച്ച നിന്ദയ്ക്കായിട്ട് നാബാലിനോട് വ്യവഹരിച്ച യഹോവയ്ക്ക് സ്തോത്രം. ഇതിൽ ദാവീദും അബീഗയിലും തമ്മിലുള്ള സംഭാഷണത്തിൽ പറഞ്ഞിട്ടില്ലാത്ത വസ്തുത ഏതാണ്? ഓപ്ഷൻ ഡി, എന്നെ നിന്ദിച്ച നിന്ദയ്ക്കായിട്ട് നാബാലിനോട് വ്യവഹരിച്ച യഹോവയ്ക്ക് സ്തോത്രം. ഓക്കെ, അത് ഉറപ്പിക്കുകയാണ്. ഓക്കെ, ഓപ്ഷൻ ഡി, എന്നെ നിന്ദിച്ച നിന്ദയ്ക്കായിട്ട് നാബാലിനോട് വ്യവഹരിച്ച യഹോവയ്ക്ക് സ്തോത്രം. മാറ്റമൊന്നും വേണ്ടല്ലോ, ഉറപ്പാ. ഓക്കെ, 10ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ആണോ? യെസ്, ആ ഉത്തരവും ശരിയാണ്. ഇനി നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോവുകയാണ്. 3000 രൂപയുടെ സേഫ് സോണിലാണ് നിൽക്കുന്നത്. അടുത്ത റൗണ്ടിൽ ഇനി പുതിയ നിയമത്തിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ. ചോദ്യത്തിന്റെ പ്രത്യേകത ഓപ്ഷൻ ഇല്ല, ആലോചിച്ച് ചിന്തിച്ച് ഉത്തരം പറയാം. നമ്മൾ പുസ്തകങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയതുകൊണ്ടാണ് ഓപ്ഷൻ ഇല്ലാതെ 3ാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ പോകുന്നത്. അത് കഠിനമായിട്ട് തോന്നിയോ? ഇല്ല, ഡയറക്റ്റ് ചോദ്യങ്ങളല്ലേ ചോദിക്കും. അപ്പോൾ ആ ചോദ്യങ്ങൾ അത്ര കഠിനമാകാൻ സാധ്യതയില്ല. വായിച്ച ആളുകൾക്ക് ഉത്തരം പറയാൻ കഴിയുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് പോകാം. 3ാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം. ആരെ സൗഖ്യമാക്കിയ ശേഷമാണ് യേശുക്രിസ്തു മത്തായിയെ കാണുന്നതും തന്നെ അനുഗമിക്കാൻ മത്തായിയോട് പറയുന്നത്? ആരെ സൗഖ്യമാക്കിയതിനു ശേഷം? പക്ഷവാതക്കാരനെ. ഉറപ്പാണ്. ഓക്കെ, പക്ഷവാതക്കാരനെ എന്നൊരു ഉത്തരവാണ് നൽകുന്നത്. നമുക്ക് നോക്കാം, പക്ഷവാതക്കാരനാണ്. ഉത്തരം പരിശോധിക്കാം. ശരിയാണ്, മത്തായി 9 പക്ഷവാതക്കാരന് സൗഖ്യമായ ശേഷമാണ്
യേശു അത് ചോദിക്കുന്നത്. യേശു മത്തായിയെ അനുഗമിക്കാൻ വിളിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഈ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം, പൗലോസിന് വെള്ളത്തിൽ കഴിയേണ്ടി വന്നത് എത്ര നാൾ? ഒരു രാപ്പകൽ. ഒരു രാപ്പകൽ. ഉറപ്പാണ്, സംശയമില്ല. ഓക്കെ, ഒരു രാപ്പകൽ എന്ന ഉത്തരവാണ് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒരു രാപ്പകൽ, ആ ഉത്തരവും ശരിയാണ്. ഇനി ഈ റൗണ്ടിൽ 2 ചോദ്യം കൂടെയാണ് അവശേഷിക്കുന്നത്. ആ 2 ചോദ്യം കൂടെ ഉത്തരം പറഞ്ഞാൽ 7000 രൂപയുടെ സേഫ് സോണിൽ വരും. ഇനി ഉത്തരം തെറ്റിപ്പോവുകയാണെങ്കിൽ, ഒരു ചോദ്യം കണ്ടു വേണമെങ്കിൽ അവസാനിക്കും. തെറ്റിപ്പോവുകയാണെങ്കിൽ നമ്മൾ ചെന്ന് അവസാനിക്കുന്നത് നമ്മൾ കഴിഞ്ഞ റൗണ്ടിൽ നിർത്തിയ 3000 രൂപ എന്ന സമ്മാനത്തിലായിരിക്കും. ഓക്കെ, ഈ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം, അവൻ മരണയോഗ്യൻ എന്ന് ജനം പറഞ്ഞത് ആരേശുവിനെ വിസ്തരിച്ചപ്പോഴാണ്? അവൻ മരണയോഗ്യൻ എന്ന് ജനം പറഞ്ഞു. മഹാപുരോഹിതൻ. മഹാപുരോഹിതൻ കുറച്ചുകൂടെ വ്യക്തതയുള്ളൊരു ഉത്തരം. കയ്യഫാവ്. പുരോഹിതൻ വിസ്തരിച്ചപ്പോഴാണ് മരണയോഗ്യൻ എന്ന് പറഞ്ഞു. തെറ്റായ ഉത്തരം പറഞ്ഞ് നഷ്ടപ്പെടുത്തരുത്. ഉറപ്പാണെങ്കിൽ മുന്നോട്ട് പോവാം. ഉറപ്പാണ്, ഉറപ്പിക്കല്ലേ? കയ്യഫാവ് ആൻസർ പറഞ്ഞതാണ്. ഇനിയിപ്പോ നമുക്ക് തിരിച്ചൊരു ഓപ്ഷൻ ഇല്ല. മഹാപുരോഹിതൻ പറഞ്ഞു, പിന്നെ വ്യക്തതയ്ക്ക് വേണ്ടി കയ്യഫാവ് പറഞ്ഞു, അല്ലെങ്കിൽ പറയുന്നില്ല എന്ന് നമുക്ക് അവസാനിപ്പിക്കാമായിരുന്നു ഉത്തരം. ഒരു ഉത്തരം നമ്മൾ പറഞ്ഞു. മുന്നോട്ട് പോവാം. എല്ലാത്തിനും ഓപ്ഷൻ ഇല്ലല്ലോ അല്ലേ? പോവാ. ഓക്കെ, ഓപ്ഷൻ ഈ ഉത്തരം കയ്യഫാവ് എന്ന ഉത്തരമാണോ ശരി? മഹാപുരോഹിതനായ കയ്യഫാവ്, ആ ഉത്തരം തന്നെയാണ് ശരി. അപ്പം ടെൻഷൻ അടിച്ചല്ലേ? ചോദ്യം കാണുമ്പോൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ഉത്തരം അവസാനിപ്പിക്കുക. ഒരു ഉത്തരം പറയാതിരിക്കുക. അറിയാമെങ്കിൽ മാത്രം ഉത്തരം പറയുക. ഓക്കെ, ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം മുമ്പിലേക്ക് പോവുകയാണ്. ഇപ്പൊ 6000 രൂപയുടെ സമ്മാനത്തുക നിൽക്കുന്നു. അവസാനത്തെ ചോദ്യം ഇതാണ്, ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദാശനാൽ അവൻ ജീവിക്കുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എമൗണ്ട് പോകുമോ? എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എമൗണ്ട് പോകുമോ? തെറ്റിയാൽ ബാക്കി എമൗണ്ട് പോകും. തെറ്റിയ 3000-ലാണ് പോകുന്നത്. എന്ത് ചെയ്യുന്നു? ക്വിറ്റ് ചെയ്യാണ്. പറഞ്ഞു കഴിഞ്ഞാല് എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ തിരികെ ഒരു ഓപ്ഷൻ ഇല്ല. പറയുന്നുണ്ടോ? പറയുന്നില്ല. അറിയാമായിരുന്നു. പറഞ്ഞാൽ തെറ്റിപ്പോകുമെന്നുള്ളൊരു ഭയം. തെറ്റിപ്പോകുന്നൊരു ഭയം. അപ്പൊ പിൻവാങ്ങുകയാണ്, ഉത്തരം പറയുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മള് മത്സരം ഇവിടെ അവസാനിപ്പിച്ചു. നല്ലൊരു സമ്മാനത്തുകയിൽ എത്തിയിരുന്നു. ഇനി എന്തായിരുന്നു ആ പറയാൻ വന്ന ഉത്തരം? എന്തായിരുന്നു? 2 മനസ്സിലുണ്ടായിരുന്നു. 2 മനസ്സിലുണ്ട്. ഒന്ന് ഏതാണ്? ഒന്ന് ശക്തിയാൽ, ഒന്ന് ആത്മാവിനാൽ. ഏതായാലും ആ ഉത്തരം പറയാതിരുന്നത് നന്നായി. ഭാഗികമായി ഒരു ഉത്തരം ശരിയാണ് താനും, എന്നാൽ പൂർണ്ണമായി ശരിയല്ല. ഭാഗികമായ ഒരു ശരിയാകില്ലല്ലോ. അതുകൊണ്ട് ഇത് ശരിയല്ല എന്ന് തന്നെ നമുക്ക് വിധിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് പരിശോധിക്കാം. ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും എന്തിനാലാണ് അവൻ ജീവിക്കുന്നത്? ഉത്തരം പരിശോധിക്കാം. ദൈവശക്തിയാൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. ശക്തി എന്ന് വരുമ്പോൾ ആ ഉത്തരം പൂർണ്ണമാകുന്നില്ല. ഓർമ്മയുണ്ടായിരുന്നു. ദൈവശക്തി എന്ന് തന്നെ വരണമായിരുന്നു. അപ്പൊ അതൊരു 3000-ലേക്ക് പറഞ്ഞാൽ ദൈവം കൂടെ ചേർത്ത് മാർക്ക് തരത്തില്ലായിരുന്നു. ഇല്ല,
നമ്മൾ എക്സാക്ട്ലി വാക്യമല്ലേ ചോദിക്കുന്നത്. അപ്പൊ നമ്മള് കുറച്ചുകൂടെ നമ്മുടെ റൗണ്ട് ഏറ്റവും ഒടുവിലേക്കല്ലേ വരുന്നത്. അപ്പൊ നമ്മൾ കൃത്യതയുള്ള ഉത്തരം തന്നെയാണ്. അല്ലെങ്കിൽ മഹാപുരോഹിതൻ പറഞ്ഞപ്പോഴേ നമ്മൾ അംഗീകരിക്കണമായിരുന്നു. മഹാപുരോഹിതനും ആ പേരും കൂടെ വന്നപ്പോഴാണ് ആ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിയത്. ഏതായാലും നല്ല രീതിയിൽ മത്സരിച്ചു. ഒറ്റ ചോദ്യം കൂടെ ഉള്ളായിരുന്നു ബാക്കി, നമ്മുടെ ബമ്പർ ചോദ്യം. ഇത് ശരിയാക്കിയിരുന്നെങ്കിൽ ബമ്പർ ചോദ്യം അറ്റൻഡ് ചെയ്യാമായിരുന്നു. അത് എങ്ങനെയാണ് എന്ന് കാണാമായിരുന്നു. ഇത്തവണത്തെ ബമ്പർ ചോദ്യം ഞങ്ങൾക്ക് പ്രേക്ഷകരെയും കാണിക്കാമായിരുന്നു. പക്ഷേ അത് അങ്ങോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. ഏതായാലും നല്ല രീതിയിൽ മത്സരിച്ചു. എന്ത് തോന്നുന്നു മത്സരത്തിൽ പങ്കെടുത്തിട്ട്? സന്തോഷം തോന്നുന്നു. ഇത്രത്തോളം എത്തിയതിൽ സന്തോഷമുണ്ട്. മറ്റു മത്സരാർത്ഥികളോട്, ഇനി വരാനുള്ള ആളുകളോട് എന്താണ് പറയാനുള്ളത്? നല്ല ഭംഗിയായിട്ട് തന്നെ, ഇനി പറയാൻ ഒന്നും പറ്റത്തില്ലല്ലോ, അവര് എല്ലാം പ്രിപ്പയർഡ് ആയി വരുമല്ലോ. ഓക്കെ, അപ്പൊ സന്തോഷമായിരുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കൃത്യമായി തന്നെയാണ് ബൈബിള് വായിച്ചിരുന്നു. പിന്നെ 15 ദിവസമേ കിട്ടിയിട്ടുള്ളായിരുന്നു. ആ സമയം കൊണ്ട് വായിച്ചു. ദിവസത്തിന്റെ സാധാരണ 5 പുസ്തകമൊക്കെ ഞങ്ങൾക്ക് 5 മാസമൊക്കെയാണ് സാധാരണ അറിവ് ബൈബിൾ കിസിലെ എല്ലാ ബൈബിൾ കിസിലും ഞങ്ങളുടെ മെഗാ ബൈബിൾ കിസുകളെല്ലാം തരുന്നത്. 4-5 മാസം കാണും. 4 മാസം അറ്റ്ലീസ്റ്റ് 3 മാസമെങ്കിലും കാണും. അത്രയെങ്കിലും കാണും. ഇത് സമയം കുറവായിരുന്നുള്ളൊരു, എന്നാലും ഉള്ള സമയം കൊണ്ട് നമുക്ക് വായിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് കൊരിന്ത്യ ലേഖനം, സെക്കൻഡ് കൊരിന്ത്യർ ഇങ്ങനെ ഒരു കോമ്പറ്റീഷനും പഠിച്ചിട്ടില്ല, ആമോസും പഠിച്ചിട്ടില്ല. ഇത് രണ്ടും പഠിച്ചതാണ് എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ എന്റെ ഫാസ്റ്റിങ്ങില് എനിക്ക് ഈ കൊരിന്ത്യ ലേഖനം എന്നെ ഭയങ്കരമായിട്ടും ടച്ച് ചെയ്തു. വായിച്ചപ്പോ മത്തായി സുവിശേഷം നന്നായിട്ട് പഠിക്കാൻ പറ്റി. 5, 6, 7 അധ്യായങ്ങൾ കാണാതെ പഠിച്ചു. ഒരുപാട് സന്തോഷമാണുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെയും ഒരു പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറയുന്നത് ബൈബിൾ വായിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മളൊരു പ്രോത്സാഹനം, അതിനു വേണ്ടിയിട്ടാണ് ഈ സമ്മാനം. ഇത് മറ്റ് ലക്ഷ്യങ്ങളോടുകൂടെ അല്ല ഇങ്ങനൊരു പ്രോഗ്രാം. ഇതിന്റെ സ്പോൺസർ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ഇങ്ങനൊരു പ്രോഗ്രാം ഏറ്റെടുത്ത് തന്നെ ആളുകളെ ബൈബിൾ വായിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ബൈബിൾ കൂടുതൽ ബോധമുള്ളവരാക്കി അവരെ മാറ്റുക എന്നൊരു ലക്ഷ്യത്തോടു കൂടെയാണ് നമ്മുടെ സ്പോൺസർ ഈ പ്രോഗ്രാം, ഇങ്ങനൊരു പ്രോഗ്രാമിലേക്ക് ചുവട് വെച്ചിട്ടുള്ളത്. ഞങ്ങളെല്ലാം അതിന്റെ ഭാഗധേയമാണ്. അതിലേക്ക് കടന്നു വന്നതിലും മത്സരിച്ചതിലും മികച്ച സമ്മാനം നേടിയതിലും ബൈബിൾ ബ്രെയിൻസ് ഫാമിലിയുടെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. തുടർന്നും ശുശ്രൂഷയിൽ ദൈവം പ്രയോജനപ്പെടുത്തട്ടെ. കർത്താവ് എല്ലാ നിലകളിലും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഈ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കും ജോളി ആൻറ്റിയെ പോലെ കൃത്യമായി ബൈബിൾ വായിച്ച് പഠിച്ച് ഈ മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. അതിനുവേണ്ടി തയ്യാറാകുക. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു മത്സരാർത്ഥിയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്കതുണ ദൈവം തരുന്ന സമ്മാനം, അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live.